ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഷാർജ വരെ വന്നിരിക്കുകയാണ്. ഷാർജയിലെത്തിയപ്പം കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ ഷാർജ ഫിഷ് മാർക്കറ്റ്, ജുബൈൽ ഫിഷ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർട്ടിൻ്റെ അടുത്താണ്, അതായത് നമ്മുടെ റോളയ്ക്കൊക്കെ അടുത്താണ് ഈ ഒരു ഫിഷ് മാർക്കറ്റ്. ഷാർജയിലും റോളയിലും ഒക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് ഈ ഒരു മാർക്കറ്റിൽ വന്നായിരിക്കും മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്കറ്റിന് ഉള്ളോട്ട് കയറുകയാണ്. നമ്മൾ ഉള്ളോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. നല്ല ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും എല്ലാം കിട്ടും. പിന്നെ പൈസയുടെ കാര്യത്തിൽ വലിയ ഡിസ്കൗണ്ട് ഒന്നും കാണത്തില്ല, പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും. പല പല രാജ്യത്തിലെ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരാണ് ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാൻ എത്തുന്നത്. നമ്മുടെ ദുബായ് ഫ്രഷ് മാർക്കറ്റ് പോലൊരു മാർക്കറ്റാണിത്. അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഫിഷ് മാർക്കറ്റിലോട്ട് കയറുകയാണ്. ഈ ഒരു മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഫിഷ് കയറി ചെല്ലുമ്പോൾ തന്നെ മീനുകളുടെ എല്ലാം പടവും അതിൻ്റെ പേരും എല്ലാം അവരിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും മീനാണ് കേട്ടോ, ഇഷ്ടം പോലെ ഫ്രഷ് മീനുകളാണ്. നമ്മുടെ ദുബായ് UAE പിടിക്കുന്ന മീനുമുണ്ട്, അല്ലാതെ ചിലതൊക്കെ സൗദിയിൽ നിന്നൊക്കെ വരുന്ന മീനുമുണ്ട്. മത്തി, അയില, സാൽമൺ, പിന്നെ ചൂര, അങ്ങനെ കുറേ മീൻ. പക്ഷേ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഞണ്ടാണ് കേട്ടോ. നല്ല കിട്ടില ഞണ്ടിരിപ്പുണ്ടായിരുന്നു, നല്ല മാംസമുള്ള ഞണ്ട്, കിളിമീൻ, കൊഞ്ച് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പിൽ അതേ മീൻ തന്നെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഇവർ ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം ബില്ലടിക്കണം, ബില്ലടിച്ചിട്ട് അവിടെ കൊടുത്തിട്ടാണ് ഇവർ ക്ലീൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് സാൽമണിൻ്റെ പീസും അതുപോലെ തന്നെ കിങ് ഫിഷിൻ്റെ തലയാണ് കേട്ടോ. തലയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ ചെന്നാലും ഈ തല മേടിക്കും, തലക്കറി എന്ന് പറയത്തില്ലേ. എന്നിട്ട് നമ്മളത് വാങ്ങിച്ചിട്ട് ബില്ലടിച്ചിട്ട് നേരെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ടോക്കൺ തരും. ഈ ഒരു ടോക്കൺ വെച്ചിട്ടായിരിക്കും നമ്മളെ ക്ലീൻ ചെയ്തിട്ട് വിളിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി മീനൊക്കെ ആണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ഒന്നും ചെയ്തു തരത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച മീനെല്ലാം എന്തായാലും ഈ പുള്ളി തന്നെ ക്ലീൻ ചെയ്ത് തന്നു, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നല്ല നാട്ടൻ കൊഞ്ച് കിട്ടിയത്, കൊഞ്ചൊക്കെ ഉണക്കിയ നമ്മുടെ നാട്ടിൽ കൊഞ്ച് മാങ്ങയൊക്കെ വെക്കത്തില്ലേ, അതേ കൂട്ടത്തെ കൊഞ്ച്, എല്ലാ മീനുകളും ഇവരിങ്ങനെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ ഒരു മാർക്കറ്റ് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നീറ്റായിട്ടാണ് ഇത് കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഒരു മീനിൻ്റെ ചെറിയൊരു സ്മെല്ല് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയൊന്നും. ഇതാണ് ഇവിടെ വാഷ്റൂമൊക്കെ, വാഷ്റൂം എക്സ്ട്രാ നീറ്റായിട്ടാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ ഈ ഒരു കാ മേടിച്ചു. ഇത് നമ്മൾ പഴുക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടുന്ന കായാണ്. ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് പഴുത്തതിനേക്കാളും ഇഷ്ടം ഈ ഒരു കായാണ് കേട്ടോ. ഇതിന് കിലോയ്ക്ക് 20 ദിറംസാണ് ഇപ്പം വില. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങുകയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.